കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ആശാര്യ ടി വിയിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുലമായ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ മീഡിയയിൽ കൂടി നിങ്ങളെ സന്ധിക്കുവാൻ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ നാമവും നിമിത്തം നിങ്ങളോട് ഒരുമിച്ച് സമയത്തെ ചിലവിടുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. തുടർമാനമായി ഈ മീഡിയയിൽ കൂടി കർത്താവിൻ്റെ വചനം കേൾക്കുകയും കർത്താവിനാൽ ബലപ്പെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ അകത്ത് നൽകിയ ഒരു ചെറിയ വചനഭാഗം തുടർന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ച് അല്പകാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുന്നു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പുതിയ നിയമത്തിലെ പ്രാരംഭ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്നു. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ശുശ്രൂഷ, മരണം, അടക്കം, പുനരുത്ഥാനം ഉൾപ്പെടെയുള്ള വസ്തുതകളുടെ വിശദാംശങ്ങളാണ് സുവിശേഷങ്ങളിൽ കൂടി നമുക്ക് ലഭ്യമാകുന്നത്. അതിലെ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ അതിൻ്റെ എഴുത്തുകൾ സമാനതയുള്ളതാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷകന്മാർ അവരുടെ എഴുത്തുകൾ സമാനതകളുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് പ്രസ്താവിച്ചിരിക്കുന്നത് തന്നെയാണ് 3 കൂട്ടരും അവരവർ അഡ്രസ്സ് ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകുമ്പോൾ തന്നെ ഒരേ ചിന്താഗതിയിൽ ഒരേ ആശയത്തിലാണ് അവരുടെ എഴുത്തുകൾ പോകുന്നത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള 3 സുവിശേഷകന്മാരിൽ നിന്നും വ്യത്യസ്തമായ എഴുത്തിൻ്റെ ശൈലിയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 സുവിശേഷങ്ങളിലും യേശുവിനെ ഓരോ വ്യത്യസ്ത നിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ യേശുവിനെ രാജാവായും, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ ദാസനായും, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ മനുഷ്യപുത്രനായും, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ ദൈവപുത്രനായും അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ചെയ്ത ഒരത്ഭുതത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് പരാമർശനം ചെയ്തിരിക്കുന്നത്. ഈ തിരുവചനം ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്: യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഞാൻ ഈ 2-ാമത്തെ അധ്യായം മനസ്സിരുത്തി ഒന്ന് വായിച്ചപ്പോൾ യേശുവിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട 4 പ്രധാനപ്പെട്ട വാക്കുകൾ ഈ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾക്കകത്തുണ്ട്. പ്രാരംഭത്തിൽ ഞാനതിനെ ഒന്ന് പറഞ്ഞനന്തരം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നു. 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിനോട് പറഞ്ഞു. 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഇങ്ങനെ പ്രസ്താവിക്കുന്നു, അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യേശുവിനോട് ബന്ധപ്പെട്ട് നാം കൈക്കൊള്ളേണ്ട 4 പ്രധാനപ്പെട്ട വാക്കുകൾ ഈ അധ്യായത്തിൽ കിടപ്പുണ്ട്. 1, അവർ യേശുവിനെ ക്ഷണിച്ചു. 2, അവർ യേശുവിനോട് പറഞ്ഞു. 3, അവർ യേശു പറഞ്ഞത് അനുസരിച്ചു. 4, അവർ യേശുവിൽ വിശ്വസിച്ചു. ഇന്ന് ഈ മീഡിയയിൽ കൂടി കർത്താവിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരും തുടർന്നുള്ള അല്പനിമിഷങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഈ സന്ദേശത്തിന് മുൻപിലായിരിക്കുവാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ മുൻപ് പ്രസ്താവിച്ചതുപോലെ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് ഒരു വിവാഹ വീട്ടിലെ കുറവുകളെ തീർത്തുകൊണ്ടാണ്. യഹൂദന്മാരുടെ ഇടയിലെ വിവാഹ ശുശ്രൂഷ വിവാഹം എന്നുള്ളത് നീണ്ട ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സംരംഭമായിരുന്നു. 1-2 ദിവസങ്ങൾ കൊണ്ട് അവരുടെ വിവാഹ ശുശ്രൂഷകൾ തീരുമായിരുന്നില്ല. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു അവരുടെ വിവാഹ ശുശ്രൂഷകൾ. ക്ഷണിച്ച പ്രിയപ്പെട്ടവർ പല സന്ദർഭങ്ങളിലായി ഈ വിരുന്നു വീട്ടിൽ കടന്നു വരികയും അവരൊരുക്കിയ സൽക്കാരങ്ങളിൽ പങ്ക് കൊണ്ട് അവരെ അനുഗ്രഹിച്ച് മടങ്ങുക പതിവായിരുന്നു. ഇതുപോലെ നീണ്ട നാളുകൾ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ആഴ്ചകൾ നീണ്ടു നിന്നിരുന്ന ഈ വിവാഹത്തിൻ്റെ ഒരു ദിവസം യേശുവിനെ അവിടെ ക്ഷണിച്ചിരുന്നു എന്ന് ഈ വേദഭാഗം നമ്മോട് പറയുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് ഈ പാഠഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് എന്ത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, ഈ വിരുന്നു വീട്ടിലെ
കുറവുകളെ തീർക്കാൻ യേശു ഇടപെട്ടു എന്നുള്ളത് ആ വായനാഭാഗം വായിച്ച് മുൻപോട്ട് വരുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ എനിക്ക് ഈ വീടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷപ്രദമായി തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, അവർ മറ്റു പലരെയും ക്ഷണിച്ചിരുന്നു. നിരവധി ആളുകൾ ദേശത്തു നിന്ന് അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരുന്നു. അതിലൊക്കെ ഉപരിയായി തിരുവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അവർ യേശുവിനെയും ശിഷ്യന്മാരെയും ആ വീട്ടിൽ ക്ഷണിച്ചിരുന്നു. എപ്പോഴാണ് അവർ യേശുവിനെയും ശിഷ്യന്മാരെയും വീട്ടിൽ ക്ഷണിച്ചത് എന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് ഇങ്ങനെ പ്രസ്താവിക്കാം. ഒരു വിവാഹ വീട്ടിലെ കരുതലുകൾ അല്ലെങ്കിൽ അവിടെ നടത്തപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ക്രമീകരണങ്ങൾ വളരെ കൃത്യതയോടെ ചില ദിവസങ്ങൾക്ക് പുറകിൽ അവർ ചെയ്തു വച്ചിരിക്കും. ഇത്ര ആളുകൾ ആ വിവാഹത്തിൽ സംബന്ധിക്കുമെന്നും അവർക്ക് മുമ്പിൽ വിളമ്പുവാനുള്ള ഭക്ഷണപാനീയങ്ങളുടെ ക്രമങ്ങളൊക്കെ പിഴവുകൾ കൂടാതെ കൃത്യതയോടെ കരുതി വച്ചിരിക്കും. എന്നാൽ ഈ വീട്ടിൽ അവർ കരുതി വച്ചിരുന്ന കരുതലുകൾ പെട്ടെന്നാണ് ഒരു ദിവസം തീർന്നുപോയത്. ഈ തീർന്നുപോയ ഇടത്ത് ഒരു നിന്ദയുടെ അല്ലെങ്കിൽ ഒരു നാണക്കേടിൻ്റെ വക്കിലേക്ക് ആ കുടുംബം എത്തിവരുന്ന സന്ദർഭത്തിൽ യേശുവിനെ ആ വീട്ടിൽ ക്ഷണിച്ചിരുന്നത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ഒന്നാമത്തെ സന്ദേശം ഇതാണ്: അവർ യേശുവിനെ അവൻ്റെ ശിഷ്യന്മാരെയും ആ വീട്ടിൽ ക്ഷണിച്ചിരുന്നു. എപ്പോഴാണ് അവർ യേശുവിനെ ക്ഷണിച്ചിരുന്നതെന്ന് ഈ തിരുവചന ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവരുടെ വീഞ്ഞ് പാത്രങ്ങൾ നിറഞ്ഞിരുന്ന സമയത്ത്, അവർക്ക് ഒന്നിനും കുറവില്ലാതിരുന്ന സമയത്ത് അവർ യേശുവിനെ അവരുടെ വീട്ടിൽ ക്ഷണിച്ചിരുന്നു. അതെ, പലർക്കും ദൈവചിന്തയും ദൈവബോധവും ഒക്കെ വരുന്നത് ജീവിതത്തിൻ്റെ മുൻപിലെ സകല വഴികളും അടയുമ്പോഴാണ്. രോഗാവസ്ഥയിൽ കൂടി നാം കടന്നു പോകുമ്പോഴോ, കടഭാരങ്ങളാൽ ബുദ്ധിമുട്ടുമ്പോഴോ, നനച്ചിരിക്കാത്ത സമയം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രതിസന്ധിയുടെ മുൻപിലോ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വരുമ്പോഴാണ് പലരുടെയും അകത്ത് ദൈവബോധവും ദൈവചിന്തയും ഉദയം ചെയ്യുക. എന്നാൽ ഈ ഭവനം നമുക്ക് ഒരു മാതൃക കാണിച്ചു തരികയാണ്. അവരുടെ വീട്ടിലെ വീഞ്ഞ് ഭരണികൾ നിറഞ്ഞിരുന്ന സമയത്ത്, എന്ന് വെച്ചാൽ വീഞ്ഞിന് കുറവില്ലാതിരുന്ന സമയത്ത് അവർ യേശുവിനെ അവരുടെ വീട്ടിൽ ക്ഷണിച്ചിരുന്നു. ഇതിൽ കൂടി ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴല്ല നിങ്ങൾക്ക് ഒരു ദൈവത്തെ ആവശ്യമാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബാധ്യതകൾ വന്ന് നിങ്ങളുടെ തല കുനിയുമ്പോഴല്ല നിങ്ങൾക്കൊരു ദൈവത്തെ ആവശ്യമായിരിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യമുള്ള സമയത്ത്, നിങ്ങളുടെ പേഴ്സിൽ പണം നിറഞ്ഞിരിക്കുമ്പോൾ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് കാര്യപ്രാപ്തിയുള്ളപ്പോൾ, സത്യദൈവമായ യേശുവിനെ നിങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തുവാൻ കഴിഞ്ഞാൽ, അല്ല, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നായക സ്ഥാനത്തേക്ക് നിങ്ങൾ സ്വീകരിച്ചാൽ, ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കയറി വരുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച പലരും നിങ്ങളെ ഒരുപക്ഷെ വിട്ടുമാറിയാലും, നിങ്ങളുടെ സുഖകാലത്ത് നിങ്ങൾ ക്ഷണിച്ച യേശു നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങളെ വിട്ടുപോകുകയില്ല. ഈ സന്ദേശം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വസ്തുത ഇതിൽ കൂടി ഓർപ്പിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുള്ളത്, ഒരു വേള ജീവിതത്തിൻ്റെ നാലും കൂടുന്ന ഒരു മേഖലയിൽ എല്ലാം തകർന്നവരായി, രോഗാവസ്ഥയോ കടഭാരമോ തലമുറകൾ വല്ലാതെ വഴിപിഴച്ചതുകൊണ്ടോ ഒക്കെ സങ്കടപ്പെടുന്ന നിരവധി കുടുംബങ്ങൾ ഒരുപക്ഷെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ടാകാം. സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന യേശുവിനെ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ പ്രതിസന്ധിക്കകത്ത് കൈകടത്തുവാൻ കഴിയുന്ന, നിങ്ങളുടെ പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ കഴിയുന്ന യേശുവിനോട് ഒരു വാക്ക് ആത്മാർത്ഥമായി പ്രസ്താവിക്കാൻ കഴിഞ്ഞാൽ, നിശ്ചയമായും നിങ്ങളുടെ വിഷയങ്ങൾ ഏത് നീറുന്ന അവസ്ഥയിൽ ആണെങ്കിലും അതിൽ നിന്ന് നിങ്ങളെ കരകയറ്റുവാൻ നിശ്ചയമായും ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയും. ഇതേതെങ്കിലും ഒരു പുസ്തകം വായിച്ചതിൻ്റെ വെളിച്ചത്തിലല്ല, പ്രത്യുത ജീവിതത്തിൽ യേശു വരുത്തിയ മാറ്റവും ജീവിതത്തിൽ യേശു വരുത്തിയ സന്തോഷവും അനുഭവിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നത്. ഈ യേശു എൻ്റെ ജീവിതത്തിൽ നല്ലവനായിരുന്നു. ഈ യേശു എൻ്റെ പ്രശ്നങ്ങൾക്ക് ഇന്നലെ പരിഹാരകനായിരുന്നു. ആയത് അനുഭവിക്കുന്നത് കൊണ്ട് ഞാനും ഇന്ന് നിങ്ങൾക്ക് കൈമാറുന്നു. ജീവിതത്തിൻ്റെ ഏത് നീറുന്ന വിഷയത്തിൻ്റെ മേലും പരിഹാരം അയക്കുവാൻ ഈ യേശു സർവശക്തനായ കർത്താവാണ്. ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ നല്ല സമയത്ത് ഈ യേശുവിനെ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞാൽ ആയത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയാകും. വേദപുസ്തകം വായിച്ചു വരുമ്പോൾ അതിനകത്ത് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന കാണുവാൻ കഴിയുന്നുണ്ട്: ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തു കളയുകയില്ല. ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്: പുകഞ്ഞ കൊള്ളി പുറത്തെന്നാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത കത്തിക്കൊണ്ടിരുന്നാൽ അതിനെ മനുഷ്യർക്ക് ആവശ്യമുണ്ട്. എന്നാൽ അതിനകത്തെ പ്രകാശം കുറഞ്ഞു പോയാൽ പിന്നീട് അത് മനുഷ്യർക്ക് ആവശ്യമില്ലാതെ വരും. അതുകൊണ്ട് തന്നെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നൊരു സംബോധന തന്നെ
മറ്റുള്ളവരെക്കുറിച്ച് നാം പലപ്പോഴും പറയാറുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ ആരോഗ്യമോ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ സമയമോ നിങ്ങൾക്ക് പണമുള്ള സമയമോ നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിരവധി ആളുകൾ കണ്ടിരുന്നിരിക്കാം. അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ തകർച്ചയിൽ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച് പലരും നിങ്ങളെ കൈവിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ പുകയുന്ന സമയം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ചതവ് നേരിട്ടിരിക്കുന്ന ഈ സമയം ആരും നിങ്ങളെ കൈത്താങ്ങുവാനില്ലെങ്കിലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. യേശുവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. ഇവിടെ ഒരു സത്യം കൂടി നിങ്ങൾ ഓർപ്പിക്കുവാൻ താല്പര്യമുണ്ട്. എന്തിന് ചതയുന്നത് വരെ ഇരിക്കണം? എന്തിന് പുകയുന്നത് വരെ ഇരിക്കണം? ഒരു നല്ല കാലത്ത് യേശുവിനെ കൂടെ കൂട്ടുവാൻ കഴിഞ്ഞാൽ വാഗ്ദത്തം തന്ന പലരും നിങ്ങളെ വിട്ട് മാറിയാലും ഈ യേശു നിങ്ങളെ വിട്ടു മാറുകയില്ല. ആയതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല സമയം യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുവാൻ കഴിഞ്ഞാൽ ഒരു കാലത്തും നിങ്ങൾ അനാഥത്വം പേറേണ്ടി വരികയില്ല. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയരെ, ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഇരിക്കാമെന്ന് നമുക്ക് വാക്ക് പറഞ്ഞ പലരും മരണം വഴിയായി അല്ലെങ്കിൽ പിണങ്ങിയോ ഒക്കെ നമ്മളിൽ നിന്ന് അകന്നു മാറുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വാക്ക് പറഞ്ഞാൽ അന്ത്യത്തോളം പാലിക്കുവാൻ കഴിയുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കണമെങ്കിൽ ഒറ്റ കാര്യം ഇന്ന് പകലിൽ ചെയ്യുക: യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. യേശുവിനെ ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ യേശു ക്ഷണിക്കാത്ത ഒരിടത്തും ഇടിച്ചു കയറി ചെല്ലുന്നവനല്ല. യോഹന്നാന്റെ സുവിശേഷം 10 ഇങ്ങനെ ഒരു വചനഭാഗം പറയുന്നുണ്ട്: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഒരു വീടിൻ്റെ കവാടത്തിൽ വന്നിട്ട് വീട്ടുകാരുടെ അനുവാദമില്ലാതെ കയറുന്നയാളെ കള്ളൻ എന്നാ പ്രസ്താവിക്കുന്നത്. എന്നാൽ മാന്യതയുള്ള ആരും ഒരു വീടിൻ്റെ കതക് മുട്ടാതെ വീട്ടുകാരുടെ അനുവാദം ചോദിക്കാതെ അകത്തേക്ക് പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് തന്നെ യേശു മാന്യതയുള്ള ഒരു ദൈവമായതുകൊണ്ട്, യേശു മഹത്വപൂർണനായ ദൈവമായതുകൊണ്ട് ഇന്ന് പകൽ ഹൃദയംഗമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചാൽ യാതൊരു ഉപാധികളും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നായക സ്ഥാനം ഏറ്റെടുക്കുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശു സർവശക്തനാണ്. അതുകൊണ്ട് യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാത്ത ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ജീവിതം സായം സന്ധ്യ ആകുന്നതിന് മുൻപേ, നിങ്ങളുടെ മുൻപിൽ വഴികൾ അടയുന്നതിന് മുൻപേ ഈ യേശുവിനെ കൂടെ കൂട്ടുക. ഈ യേശു നിങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും നിങ്ങളെ സഹായിക്കും. രണ്ടാമത്തെ അവിടുത്തെ പദപ്രയോഗം, ഈ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി എന്ന് യേശുവിൻ്റെ അമ്മ അറിഞ്ഞു. യേശുവിൻ്റെ അമ്മ മറിയ അറിഞ്ഞ സന്ദർഭത്തിൽ അവളത് മറ്റാരോടും പറയാതെ യേശുവിനോട് പറഞ്ഞു. ഒന്ന്, യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. രണ്ട്, യേശുവിനോട് കാര്യങ്ങൾ പറയുക. ഈ ഭൂമിയിൽ നമുക്ക് മനുഷ്യരോട് പങ്കുവയ്ക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്. എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. സ്നേഹിതന്മാരോട് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഭാര്യയോടോ ഭർത്താവിനോടോ പങ്കുവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ മക്കളോട് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഈ ഭൂമിയിലുള്ള വാർത്തകളൊക്കെ നാം പങ്കുവയ്ക്കുമ്പോൾ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഓരോ വാർത്തകൾ ഓരോരുത്തരോട് പറയാൻ പറ്റുകയുള്ളൂ. അസ്ഥാനത്ത് നാം പറയുന്ന ചില വാർത്തകൾ ചിലപ്പോൾ തെറ്റായ ചില പരിണിത ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ചില പ്രത്യേക വസ്തുതകളുടെ പുറകിൽ യാഥാർത്ഥ്യങ്ങളുണ്ടെങ്കിലും നമ്മളത് ചിലരോട് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ നമ്മെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിദ്ധാരണ കൊണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ കൈപ്പേറിയ പല അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവാം. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിലും ചിലർ പരമാർത്ഥത ചിലരോട് തുറന്നു പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിച്ച ചില അനുഭവങ്ങളെങ്കിലും ഉള്ളവർ ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ, നിങ്ങളുടെ ഏത് സത്യസന്ധമായ അവസ്ഥകളും തുറന്നു പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാൻ കഴിയാത്ത, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിൽ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒരു യേശു ഇന്ന് പകൽ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതെ, എല്ലാം എല്ലാവരോടും പങ്കുവയ്ക്കാൻ കഴിയത്തില്ല. എല്ലാം എല്ലാവരോടും പങ്കുവച്ചാൽ ചിലപ്പോൾ ആ വസ്തുതകൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട രഹസ്യാത്മതകൾ ഉള്ള ഒരു സ്വഭാവം ഉള്ള ഒരു വാർത്തയാണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളതെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ളവരറിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാവിയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ വീട്ടിൽ വീഞ്ഞു തീർന്നു എന്നുള്ള വസ്തുത പുറം ലോകം അറിഞ്ഞിരുന്നെങ്കിൽ ആ കുടുംബത്തിൻ്റെ നാണക്കേട് വലുതാകുമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ അമ്മ മറിയ ചെയ്ത ഒരു കാര്യം, അവളത് മറ്റൊരാളോട് പങ്കുവയ്ക്കുന്നതിന് മുൻപേ യേശുവിൻ്റെ അടുക്കൽ ആ വർത്തമാനം പറഞ്ഞു. അതെ, നിങ്ങളുടെ ഏതു ഭാരങ്ങളും നിങ്ങളുടെ ഏതു വേദനകളും നിങ്ങളുടെ ഹൃദയത്തെ സങ്കടപ്പെടുത്തുന്ന ഏത് ആവലാദികളും തുറന്നു പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാതെ നിങ്ങൾ പറയുന്ന അതേ നിലയിൽ അതിനെ ഏറ്റെടുത്ത് പരിഹരിക്കുവാൻ
കഴിയുന്ന ഒരു യേശു ഉണ്ട്. ആ യേശുവിനോട് എല്ലാം തുറന്നു പറയാം. ഒരു പാട്ടുകാരൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. അതെ, പറയേണ്ടതെല്ലാം യാതൊരു ഉപാധികളും കൂടാതെ തുറന്നു പറയാൻ കഴിയുന്ന ഒറ്റ ഇടമേ ഉള്ളൂ, അത് യേശുവിൻ്റെ സന്നിധിയാണ്. ആരോടും പങ്കുവയ്ക്കാൻ കഴിയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മനോനിലയെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. സങ്കടം പങ്കുവച്ചാൽ കുറയും, സന്തോഷം പങ്കുവച്ചാൽ വർദ്ധിക്കും. ഇങ്ങനെ ഒരു ചൊല്ല് മനുഷ്യരുടെ ഇടയിലുണ്ട്. ചില സങ്കടങ്ങൾ നാം മനസ്സിൽ കൊണ്ടു നടന്നാൽ അത് നമ്മുടെ ഭാവിയെ തന്നെ ഇരുളടഞ്ഞതാക്കും. ആയതുകൊണ്ട് തന്നെ സങ്കടം മറ്റൊരാളോട് പറയുമ്പോൾ നമ്മുടെ പാതി വേദനകൾ കുറഞ്ഞിരിക്കും. ആയതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കാൻ ഇടയില്ലാതെ നാം ഒരു വിഷയത്തെ കാണുന്നത് പോലെ തന്നെ കണ്ട് അതിനെ ഏറ്റെടുത്ത് പരിഹരിക്കുവാൻ കഴിയുന്ന യേശുവിനോട് എല്ലാം തുറന്നു പറയുക. മൂന്നാമത് ഇവിടുത്തെ മറ്റൊരു പദപ്രയോഗം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. യേശുവിൻ്റെ അമ്മ അവിടെയുള്ള ശുശ്രൂഷക്കാരോട് പറഞ്ഞ ഒരു വസ്തുതയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. മൂന്നാമത്തെ പദപ്രയോഗം യേശു പറയുന്നത് ചെയ്യുക. അതാണ് ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഒരു ചുവടുവയ്പ്. ഒന്ന്, യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. രണ്ട്, യേശുവിനോട് വേദനകളെല്ലാം തുറന്ന് പറയുക. തുറന്നു പറഞ്ഞാൽ ആ വിഷയത്തെ സംബന്ധിച്ച് യേശുവിന് നമ്മളോട് കൽപ്പിക്കുവാൻ ചിലതുണ്ട്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഭാരം അങ്ങോട്ട് പങ്കുവച്ചാൽ അതിനൊരു മറുപടി ഇങ്ങോട്ട് അവൻ പറയാതെ ഇരിക്കുകയില്ല. ഇവിടെ യേശുവിൻ്റെ അമ്മ പ്രസ്താവിക്കുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ഇന്ന് പലർക്കും യേശുവിനെ ആവശ്യമാണ്, യേശുവിൽ കൂടിയുള്ള അത്ഭുതം ആവശ്യമാണ്, യേശുവിൻ്റെ സാമീപ്യം ആശ്രയിക്കുന്നവരുണ്ട്, അത് ആഗ്രഹിക്കുന്നവരുണ്ട്. യേശുവിൽ കൂടിയുള്ള വലിയ പ്രവർത്തികൾ പ്രതീക്ഷിച്ച് യേശുവിനെ തേടുന്ന നൂറുകണക്കിന് ആളുകളെ യാത്രകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ യേശുവിൽ കൂടി ഒരു അത്ഭുതം പ്രാപിച്ചു കഴിഞ്ഞ് പിന്നീട് അവർക്ക് യേശുവിനെ ആവശ്യമില്ലാതെ വരും. അതല്ല ഒരു ശരിയായ നിലപാട് എന്നുള്ളത്. യേശുവിൽ കൂടി ഒരു അത്ഭുതം ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് യേശു പറയുന്നത് അനുസരിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. യേശു മാനവകുലത്തിന് കൈമാറിയ നിരവധി കൽപ്പനകൾ ഉണ്ട്. യേശു ചെയ്യണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടത് മുഴുവൻ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ബാധ്യസ്ഥരാകണം. യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നവരും യേശുവിനോട് വേദനകൾ തുറന്നു പറയുന്നവരും മൂന്നാമത്തെ പടിയിൽ കൂടി കടക്കണം എന്ന് ദൈവവചനം ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷെ യേശുവിൽ കൂടി രോഗസൗഖ്യം പ്രാപിച്ചവർ കണ്ടേക്കാം, കടഭാരങ്ങൾ മാറിയവർ കണ്ടേക്കാം, തലമുറകളുടെ വിഷയത്തിൻ്റെ മേൽ പരിഹാരം നേടിയവർ കണ്ടേക്കാം, യേശുവിൽ കൂടി ഒരുപാട് വിടുതലുകൾ അനുഭവിച്ചവർ കണ്ടേക്കാം. പക്ഷേ എവിടെയൊക്കെയോ നിങ്ങൾ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ മാറി നിൽക്കുന്നുണ്ടോ എന്ന് ശാന്തമായി ഒന്ന് പരിശോധിക്കുക. യേശുവിൻ്റെ കൽപ്പനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യേശുവിനോട് ചേരുവാൻ നാം ഏൽക്കേണ്ട സ്നാനം. സ്നാനം യേശുവിൻ്റെ ഒരു കൽപ്പനയാണ്. ഇതൊരു മതം ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു സംവിധാനമല്ല. പ്രത്യുത മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഈ താണഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെയും ശാപങ്ങളെയും ഒക്കെ തൻ്റെ തിരുശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നാം അനുഭവിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ തൻ്റെ തിരുശരീരത്തിൽ ഏറ്റെടുത്ത് അതിന് പരിഹാരം നൽകി നമ്മളെ സ്വതന്ത്രരാക്കിയ യേശുവിനോട് ചേരുന്ന ഒരു അനുഗ്രഹീതമായ കൃത്യമാണ് സ്നാനം. സ്നാനം എന്നുള്ളത് ഏതെങ്കിലും ഒരു മതം കണ്ടുപിടിച്ച എന്തെങ്കിലും ഉപാധിയല്ല. പ്രത്യുത സ്നാനത്തിൽ കൂടി നാം യേശുവിനോട് ചേരുകയാണ്. അതെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷെ യേശുവിന് ഹൃദയം കൊടുത്തവരും പ്രാർത്ഥനകളിൽ സംബന്ധിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ അതിൽ സംബന്ധിക്കുന്നവരും ദൈവവചനം നിരന്തരമായി വായിക്കുന്നവരും ആരാധനകളിൽ സന്തോഷിക്കുന്നവരുമൊക്കെ ഒരുപക്ഷെ കണ്ടേക്കാം. മുൻപ് പറഞ്ഞ പടികളിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ചിലരെങ്കിലും സത്യം അറിഞ്ഞിട്ടും സ്നാനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടാത്തവരായി കൽപ്പനകൾ അനുസരിക്കുവാൻ കഴിയാതെ അകന്നു നിൽക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു ചാൻസാണ്. ഇനി ഒരുപക്ഷെ ഇതുപോലെ ഒരു സന്ദേശം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമോ എന്ന് അറിയുകയില്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്ന് ഈ മീഡിയയിൽ കൂടി കൽപ്പന അനുസരണത്തിനായി യേശു ചിലരെ കൂടി ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ നീറുന്ന വിഷയത്തിൽ കർത്താവ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ കർത്താവ് പറയുന്നത് ജീവിതത്തിൽ അനുസരിക്കുവാനും നമ്മൾ മനസ്സ് കാണിക്കണം.
നാലാമത്തെ ഒരു പദം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ ചുരുക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ അത്ഭുതം നടന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർ കണ്ടു. അടുത്ത ഭാഗത്ത് പ്രസ്താവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ യേശുവിൽ വിശ്വസിച്ചു. അവർ യേശുവിൽ വിശ്വസിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ കൂടെ നടന്നു. കാര്യം അവർക്ക് യേശുവിനെ വിശ്വാസമായിരുന്നു. പക്ഷേ യേശു ഇങ്ങനെ ഒരു അടയാളം ഈ വിരുന്നു വീട്ടിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അടുത്ത പദത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ അവനിൽ വിശ്വസിച്ചു. യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ വിശ്വസിക്കുക, കേൾക്കുമ്പോൾ ഇത് രണ്ടും ഒന്നായി തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശുവിനെ വിശ്വസിക്കുന്നതും യേശുവിൽ വിശ്വസിക്കുന്നതും രണ്ടും രണ്ടാണ്. ഞാനൊരു ഉദാഹരണത്തിൽ കൂടി അത് ബോധ്യപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. നയാഗ്ര എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ ഒരു കയറ് കെട്ടി അതിൽ കൂടി അഭ്യാസിയായ ഒരു മനുഷ്യൻ കയ്യിൽ ഒരു കമ്പ് പിടിച്ചുകൊണ്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോട്ട് യാത്രയാകുവാൻ വേണ്ടി ആ ചരട് കെട്ടിയിരിക്കുന്ന ഭാഗത്ത് കയറി നിന്നുകൊണ്ട് പ്രസ്താവിച്ചു: ഞാൻ ഈ കമ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ നദിയുടെ അക്കരയിലേക്ക് ചരടിൽ കൂടി നടക്കുവാൻ പോവുകയാണ്. അവനെ വിശ്വാസമുള്ള പലരും ഉറക്കെ കൈയടിച്ച് പ്രസ്താവിച്ചു: അതെ, നിന്നെക്കൊണ്ട് അത് സാധിക്കും, നിനക്കത് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ പ്രോത്സാഹജനകമായ വാക്കുകൾക്ക് നടുവിൽ ആ ചരടിൽ കൂടി ആ മനുഷ്യൻ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ കെട്ടിയ കയറിൻ്റെ ഒരു വശത്തു നിന്ന് അപ്പുറത്തെ വശത്തോട്ട് കയറി. അപ്പുറത്ത് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു: ഇനി ഞാൻ അപ്പുറത്തോട്ട് കടക്കുവാൻ പോകുക. ജനമെല്ലാം അവരോട് വിളിച്ചു പറഞ്ഞു: താങ്കളെ കൊണ്ടത് സാധിക്കും. കാരണം ജനത്തിനെല്ലാം അവനെ നല്ല വിശ്വാസമായിരുന്നു. അവനത് ചെയ്യുവാൻ സാധിക്കുമെന്നവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസ്താവിച്ചു: ഇങ്ങോട്ട് ഞാൻ തനിയെ ഈ ചരടിൽ കൂടി നടന്നു വന്നു, അങ്ങോട്ട് എൻ്റെ ചുമരിൽ ഒരാൾ കയറിയിരിക്കുക, ഞാൻ നിങ്ങളെയും കൊണ്ട് അപ്പുറത്ത് കടക്കാം. ഇത് പ്രസ്താവിച്ചപ്പോൾ അതുവരെ നിനക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ പലരും പിറകെ അവിടെ നിന്നും വഴിമാറുന്നത് കണ്ടു. കാരണം അവർക്കെല്ലാം അവനെ വിശ്വാസമായിരുന്നു, പക്ഷേ അവനിൽ പലർക്കും വിശ്വാസമില്ലായിരുന്നു. ആ മനുഷ്യൻ്റെ ചുമലിൽ കയറിയിരുന്നാൽ അപ്പുറത്ത് കൊണ്ടെത്തിക്കാൻ പറ്റുമോ എന്നുള്ള വിശ്വാസം അവരിൽ പലർക്കും ഇല്ലാതിരുന്നത് കൊണ്ട് ആരും ആ മനുഷ്യൻ്റെ തോളിൽ കയറാൻ ഒരുക്കമായിരുന്നില്ല. ഈ കഥയിൽ കൂടി ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കട്ടെ: ഒരുപക്ഷെ യേശുവിനെ വിശ്വസിക്കുന്നവർ കണ്ടേക്കാം, യേശുവിന് അത് ചെയ്യാൻ സാധിക്കും, യേശുവിന് അത് പ്രവർത്തിക്കുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിന് രക്ഷാകാരണമാകുന്നത് യേശുവിനെ വിശ്വസിക്കുകയല്ല, നാം യേശുവിൽ വിശ്വസിക്കുന്നതിൽ കൂടിയാണ്. ഇതുവരെ യേശുവിന് അത് ചെയ്യാൻ സാധിക്കും, അങ്ങനെ പലതും ജീവിതത്തിൽ നേടിയവർ കണ്ടേക്കാം. യേശു നമ്മളിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നത് യേശുവിനെ വിശ്വസിച്ച നമ്മൾ യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകണം. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ പ്രസ്താവിക്കപ്പെട്ട 4 പടികളിൽ കൂടി നിങ്ങളുടെ ജീവിതത്തെ കടന്നു പോകുവാൻ അനുവദിച്ചിട്ടുണ്ടോ എന്ന് ഒരു സ്വയശോധനയ്ക്കായി ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിട്ടുതരികയാണ്. ഞാനിവിടെ 4 പദപ്രയോഗങ്ങൾ പറഞ്ഞു. 1, അവർ യേശുവിനെ ക്ഷണിച്ചു. 2, അവർ യേശുവിനോട് പറഞ്ഞു. 3, അവർ യേശുവിനെ അനുസരിച്ചു. 4, അവർ യേശുവിൽ വിശ്വസിച്ചു. നിരവധി അത്ഭുതങ്ങൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നിങ്ങൾ 6 കൽപ്പാത്രങ്ങളെ കാണുന്നുണ്ട്. 6 കൽപ്പാത്രങ്ങൾ ഒരു പക്ഷേ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാതെ ആ കല്യാണ വീട്ടിൻ്റെ പുറത്ത് കാലുകൾ കഴുകുവാൻ വേണ്ടി നീക്കി വെച്ചിരുന്ന 6 കൽപ്പാത്രങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവിടെ വസ്തുതകൾ നാം ചിന്തിക്കുമ്പോൾ വീഞ്ഞ് തീർന്ന വസ്തുത യേശുവിനെ അറിയിച്ച സന്ദർഭത്തിൽ യേശു ചെയ്തത് അകത്തിരുന്ന വീഞ്ഞ് പാത്രങ്ങൾക്കകത്തല്ല വീണ്ടും യേശു വീഞ്ഞ് ഉണ്ടാക്കി കൊടുത്തത്. പുറത്ത് ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവേൻ എന്നാണ് യേശു പ്രസ്താവിച്ചത്. അതേ പ്രിയരെ, ഒരുപക്ഷെ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവുകയില്ല. എന്നാൽ ഇന്ന് ഈ സന്ദേശത്തിൽ കൂടി ഒരു വസ്തുത കൂടി നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഒരിക്കൽ നിങ്ങൾ യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നീട് മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് നിങ്ങളുടെ ജീവിതം വഴിമാറും. ഇന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പുറംപറമ്പിൽ തള്ളപ്പെട്ട് കിടക്കുന്ന ആരെയൊക്കെയോ യേശുവിൻ്റെ കണ്ണുകൾ കാണുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർന്ന അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരശീല വീണ ആ മേഖലകൾക്ക് ഒരു അറുതി വരുത്തി ജീവിതത്തിന് പുതിയ ഒരു അധ്യായം തുറന്നു തരുവാൻ ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശുവിന് കഴിയും.
ഇരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഇതുവരെ താങ്കൾ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടാത്ത ഒരാളാണെങ്കിൽ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊടുത്ത് ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക. എല്ലാ ഭാരങ്ങളും നിങ്ങൾ യേശുവിനോട് പറയുക. യേശു എന്തെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ അത് അനുസരിക്കുവാൻ തയ്യാറാകുക. ആത്യന്തികമായി യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് വിജയപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇട നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം ശ്രദ്ധയോടെ കേട്ട നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ശിരസ്സുകൾ നമിച്ച് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം യേശുവിന് ഹൃദയം കൊടുത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, നല്ല നിമിഷത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ മീഡിയയിൽ കൂടി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗത്താലോ മാനസികമായ ഭാരത്താലോ മുൻപിലെ വഴികൾ അടഞ്ഞതിനാലോ വേദനയിൽ കൂടിയും സങ്കടത്തിൽ കൂടിയും കടന്നു പോകുന്ന ഈ സന്ദേശം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങൾ തൊടുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നീ അവരുടെ ഇടിവുകളെ പണിയണമേ, നീ അവരുടെ തകർച്ചകളെ മാറ്റണമേ, നീ അവരുടെ രോഗത്തെ സൗഖ്യമാക്കണമേ, നീ അവരുടെ കടഭാരത്തെ നീക്കണമേ. യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാത്തവർക്ക് ഇന്ന് പകൽ ഈ സന്ദേശം നിമിത്തം യേശുവിനെ ഹൃദയത്തിൽ ക്ഷണിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഭാരങ്ങൾ മുഴുവൻ അങ്ങയോട് തുറന്നു പറയുവാൻ അവരുടെ മനസ്സുകൾക്ക് നീ ബലമേകണമേ. അങ്ങയുടെ കൽപ്പന അനുസരിക്കാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ കൽപ്പന അനുസരണത്തിനായി നീ അവരുടെ മനസ്സുകളെ ഏകാഗ്രമാക്കണമേ. യേശുവിനെ വിശ്വസിച്ച ചിലർ കൂടി യേശുവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിലകൊള്ളുവാൻ ഈ സന്ദേശം അവരെ പ്രാപ്തിപ്പെടുത്തുമാറാകണമേ. ഇത് കേട്ട ഓരോ കുടുംബങ്ങളിലും അങ്ങയുടെ സ്പർശനം ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിൽ ഈ ദിനങ്ങളിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. അവരാളു മാറിയവരെ പോലെ ആകട്ടെ. അവിടുത്തെ നാമത്തിൽ ഈ വചനം കേട്ട നിന്റെ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്ത കൃപയ്ക്ക് നന്ദി. മഹത്വമെല്ലാം അങ്ങേക്ക്. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങളുടെ അപേക്ഷ കേൾക്കും സ്വർഗീയ പിതാവേ. വളരെ ശ്രദ്ധയോടെ ഈ സന്ദേശം കേട്ട നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനങ്ങളെ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.